ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ജിയോ ഫിനാൻഷ്യൽ സർവീസ്. കഴിഞ്ഞ ദിവസം ജിയോ ഫിനാൻഷ്യൽ സർവീസ് 246 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വ്യാഴാഴ്ച പുറത്തു വന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 2% വർദ്ധിച്ച് 316 കോടിയായി ഉയരുകയും മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം കമ്പനി ആദ്യമായി ഡിവിഡൻഡ് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. കമ്പനിയുടെ വരുമാനത്തിൽ 18% വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 2% വർദ്ധിച്ച് 316 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഇവിടെ മുൻ വർഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ റവന്യൂവിൽ 18% വർധനവുണ്ടായി 418 കോടിയിൽ നിന്നും 493 കോടിയിലേക്കാണ് റവന്യൂ ഉയർന്നിരിക്കുന്നത്. അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. 290 കോടിയിൽ നിന്നും 276 കോടിയിലേക്ക് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇടിഞ്ഞു. എന്നാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 7% വർദ്ധിക്കുകയാണ് ഉണ്ടായത്. സെക്ടോറിൽ പെർഫോമൻസ് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഫീസ്, കമ്മീഷൻസ് എന്നിവ വഴിയുള്ള റവന്യൂവിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഫീസ്, കമ്മീഷൻ തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനം 39 കോടിയിലേക്കെത്തി. ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന വർധനവാണ്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 173 കോടിയിൽ നിന്നും 10,053 കോടിയിലേക്ക് ഉയർന്നു. 5000% വർധനവാണ് കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ 10 ടയർ 1 സിറ്റികളിലേക്ക് കമ്പനി അതിൻ്റെ ബിസിനസ് എക്സ്പാൻഷനും നടത്തിയിട്ടുണ്ട്. വിവിധ വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികളുമായും വിവിധ മ്യൂച്വൽ ഫണ്ടുകളുമായി ഉണ്ടാക്കിയ പാർട്ട്ണർഷിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് റിലയൻസിൻ്റെ ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ വർധനവുണ്ടായത്. ഇനി നമ്മൾക്കെല്ലാവർക്കും അറിയാം, ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനി പേയ്മെൻറ്റ്, ഇൻഷുറൻസ്, NBFC തുടങ്ങിയ സെക്ടറുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. പേയ്മെൻറ്റ് സെക്ടറിൽ ബാങ്കിൻ്റെ കൺസ്യൂമർ ബേസ് 3 മടങ്ങ് വർദ്ധിച്ച് 2.31 ദശലക്ഷത്തിലേക്ക് എത്തുകയും കാസ പ്ലസ് വാലറ്റ് ബാലൻസ് 295 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും പ്രധാന ഹൈലൈറ്റുകൾ കൂടി മനസ്സിലാക്കാം. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 723 കോടിയിൽ നിന്നും 10,053 കോടിയിലേക്ക് ഉയർന്നു. ടോട്ടൽ റവന്യൂ 2,079 കോടിയായി രേഖപ്പെടുത്തി. ബിസിനസ്സിൽ നിന്നുള്ള റവന്യൂ 349 കോടിയായി ഉയർന്നിട്ടുണ്ട്. 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ആക്റ്റീവ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം 8 ദശലക്ഷത്തിലേക്ക് ഉയരുകയും ചെയ്തു. ഇനി ഇൻഷുറൻസ് സെക്ടറിലെ പെർഫോമൻസ് കൂടി ഒന്ന് മനസ്സിലാക്കാം. 34 കമ്പനികളുമായി ചേർന്ന് കമ്പനി അതിൻ്റെ ഇൻഷുറൻസ് പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവയ്ക്കുകയും 61-ലധികം ഡയറക്റ്റ് ടു കൺസ്യൂമർ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ പ്ലാനുകൾ കമ്പനി ലോഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് റിലയൻസ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജിയോ ഫിനാൻഷ്യൽ സർവീസ് 2023 മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം സ്റ്റോക്ക് 16% ഉയരുകയും ചെയ്തു. ലോൺ, ഇൻഷുറൻസ് ബ്രോക്കിംഗ്, ഡിജിറ്റൽ പേയ്മെൻറ്റ് സൊല്യൂഷൻസ് എന്നിവയാണ് കമ്പനിയുടെ പ്രധാന പ്രോഡക്റ്റുകൾ. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 34% കറക്റ്റായി. ഒരു മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ 12% റിട്ടേൺ ആണ് നൽകിയത്. 52 വീക്ക് ഹൈ 394. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ 198. കഴിഞ്ഞ ഒരു വർഷമായി അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ്. 400 രൂപയുടെ 52 വീക്ക് ഹൈയിൽ നിന്നും ഉയർന്ന ഡിസ്കൗണ്ടിലുമാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം 200 രൂപയ്ക്ക് അടുത്ത് ബോട്ടം ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുന്നതിന് ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 12% റിട്ടേൺ നൽകുകയും കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വരികയും ചെയ്തിട്ടുണ്ട്. ഈ പോസിറ്റീവ് മൊമെൻറ്റം നിലനിൽക്കുകയാണെങ്കിൽ തന്നെ 250, 255 തുടങ്ങിയ സോണുകളിൽ സ്റ്റോക്കിന് റെസിസ്റ്റൻസ് നേരിടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 235 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൾറെഡി ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിനെ ബോട്ടം ലെവലിൽ ബൈ ചെയ്തവർ, അതായത് 200 രൂപയ്ക്ക് അടുത്ത് ബൈ ചെയ്തവർക്ക് 235 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്